ഹലോ വെൽക്കം ബാക്ക്. മോമോസ് ഉണ്ടാക്കാനുള്ള ചിക്കനൊക്കെ നമ്മൾ മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. മോമോസ് ഇട്ട് അങ്ങനെ ആയിട്ട് അപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫുള്ള് ചിക്കൻ നമ്മൾ എടുക്കണില്ല, ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രം എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ മാംസമുള്ള പീസും എല്ലില്ലാത്ത പീസൊക്കെ നോക്കിയാണ് ഞാനിതിലെടുത്ത് വാങ്ങുന്നത്. എന്നിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊരു 2 വിസിലടിക്കാം കേട്ടോ. അങ്ങനെ വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ചിക്കൻ വെന്തത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരമാണ്. നല്ല കുഞ്ഞുരായിട്ട് അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലെന്തായാലും നമ്മൾ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. നമ്മൾ വലിയ കഷ്ണമല്ല, ഇതേപോലെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ഈ ചോപ്പർ. പെട്ടെന്ന് നമുക്ക് പണി കഴിയും. ഫസ്റ്റ് സവാള അരിഞ്ഞു, അത് കഴിഞ്ഞ് ക്യാരറ്റും, ഇനി നമുക്ക് ക്യാബേജും കൂടി വേണം. അപ്പോൾ ഈ 3 കൂട്ടം എന്തായാലും വേണം നമുക്ക്. ക്യാരറ്റും ക്യാബേജും സവാളയും, പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കണം. അപ്പോൾ പച്ചമുളക് ഞാനിവിടെ 4 എണ്ണം ചേർത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. നാം ഇവിടെ പിള്ളേർക്ക് കഴിക്കണതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പും മുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മാറ്റി വെച്ച ചിക്കൻ നല്ല രീതിയിൽ നെല്ലൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിലിട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി അങ്ങോട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യാം. ചിക്കനും നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചതും കൂടി. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്തപ്പോൾ കുറവ് പോലെ തോന്നി, അതുകൊണ്ട് ഉപ്പ് ചേർത്തു. പിന്നെ സോയാ സോസും ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ചേർത്തു. ഇനി ഒന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. നിങ്ങളുടെ അളവിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് അത് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനൊക്കെ കുഴക്കണ പോലെ തന്നെ കുഴച്ചാൽ മതി. പിന്നെ അതിൽ കുറച്ച് ഉപ്പും ഓയിലും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു റൗണ്ട് പാത്രം വെച്ച് ഇതേപോലെ എല്ലാം ഒരേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് ഞാനൊരു സ്പൂണിൽ അത് ഫുള്ളായിട്ട് എടുത്തിട്ട് ഇതേപോലെ വെച്ചു. മോമോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ഒന്നുമല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണേണ്. അതുകൊണ്ട് എനിക്കിത് എങ്ങനെയാണ് ഇങ്ങനെ ശരിയാക്കി എടുക്കണമെന്ന് ഒരു ധാരണയും ഇല്ല. ഞാൻ കുറേ വീഡിയോ കണ്ട്, എന്നാലും ഞാൻ ഇതേപോലെ മടക്കി ഇങ്ങനെ എല്ലാവരോട് യോജിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്തു. അപ്പോൾ ഒരു കിഴി പോലെ വന്നു. അങ്ങനെയുണ്ട് ഞാൻ ചെയ്തത്. ഇനി പിന്നെ വേറൊരു രീതി ചെയ്യും. അപ്പോൾ ഞാൻ ഇതേപോലെ കിഴി പോലെയാണ് ഇങ്ങനെ കിട്ടിയത്. അങ്ങനെ ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് ഫുള്ള് കിഴി പോലെ കെട്ടി എല്ലാം സെറ്റ് ചെയ്യാം കേട്ടോ. ഇതേപോലെ സെയിം മെത്തേഡ് തന്നെ ചെയ്താൽ മതി. എൻ്റെ മക്കൾ ആദ്യമായിട്ട് കഴിക്കാൻ പോകണം കേട്ടോ. കാരണം ഞാൻ പുറത്ത് നിന്ന് വരെ മോമോസ് മേടിച്ച് കൊടുത്തിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഫ്രൈ ചെയ്തതും പിന്നെ ഒരെണ്ണം ഇതേപോലെ വേവിച്ചെടുത്തതുമാണ് കഴിച്ചത്. അപ്പോൾ മോമോസ് മേടിച്ച് കൊടുക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പുറത്തൊക്കെ എങ്ങനെയാണ് അവരുണ്ടാക്കണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ എല്ലാ കിഴികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ മേടിക്കാതെ പിള്ളേർക്ക് ഇതേപോലെ വീട്ടിലുണ്ടാക്കി കൊടുക്കണതാണ് ഏറ്റവും ഉപകാരപ്പെടുക. ഞാൻ പിള്ളേർക്ക് ഇതേവരെ മേടിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ടൊമാറ്റോ ചട്നി കൂടി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ മുളക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലിടാം. ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാചകം കഴിഞ്ഞുള്ളൊരു പാത്രം കഴുകലുണ്ട്. അതാണ് ഏറ്റവും വലിയ പാടട്ടോ. ഞാൻ മോമോസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടിയിൽ പാത്രത്തിൽ വേവിച്ചാണ് എടുത്തത്. ഒരു 10 മിനിറ്റോളം വേവിച്ചിട്ടാണ്. അപ്പോൾ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിന് അതിൻ്റെ കുറേ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി കേട്ടോ. പിന്നെ മയോണൈസ് ഞാൻ നേരത്തെ ചട്നിയുടെ ഒപ്പം തന്നെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ.